അതുകൊണ്ട് ലജ്ജ വേണം സഹോദരിമാരെ. ശരീരത്ത് ധരിക്കുന്ന വസ്ത്രത്തിനെ കാണുന്നവർക്ക് പോലും ലജ്ജ നഷ്ടപ്പെട്ടു പോകുന്ന രംഗമാണ്. ഉമ്മമാര് ചിലപ്പോ 40 വയസ്സായി 50 വയസ്സായി പർദ്ദയൊക്കെ ധരിച്ച് നല്ല തലയൊക്കെ മറച്ച്, പക്ഷെ 8 വയസ്സുകാരിയായ മോളുടെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് കല്യാണത്തിന് പോവുകയാണ്. കാട്ടാക്കട അതുപോലെ പൂവച്ചൽ SKയിലും കാട്ടാക്കട ദേവിയിലും അതുപോലെ പൂവച്ചൽ ഫിർദൗസിലും ഒക്കെ കല്യാണത്തിന് പോകുമ്പോ തലമറച്ചുകൊണ്ട് മഫ്തയിട്ടുകൊണ്ട് പോകുന്ന ഉമ്മ 8 വയസ്സുകാരിയായ മോളെ തന്റെ വിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോ മോളിട്ടിരിക്കുന്നത് നെറ്റിന്റെ ചുരിദാറാണ്. മോളിട്ടിരിക്കുന്നത് മോഡലാണ്. ഉമ്മാമാക്കിന് ഇപ്പം മോഡലൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, മിഷനിലൊന്നും കുറയണില്ല ഒന്നും. അതുകൊണ്ട് ഉമ്മാമ എന്ത് ചെയ്തു? പർദ്ദയൊക്കെ ഇട്ട് മഫ്തയൊക്കെ ഇട്ട് കാര്യമായി നിസ്കാരത്തിനൊക്കെ വെച്ച് വലിയ ഹജ്ജുമ്മയായിട്ട് പോകുന്നു. 10 വയസ്സുകാരിയായ മോള് പോകുന്ന കണ്ടാൽ ഉമ്മാക്കും ഈമാനില്ല, മോക്കും ഈമാനില്ല. ഈ മോള് കാരണം ഈ ഉമ്മാടെ ഹജ്ജും ബാത്തിലാവും, ഉമ്മയും ഉപ്പയും നരകത്തിൽ. മോളെ നമ്മൾ അങ്ങനെയാണോ ശീലിപ്പിക്കാനുള്ളത്? നമ്മൾ ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജ എന്ന് പറയുന്നത് എന്റെ സഹോദരിമാർക്കുണ്ടെങ്കിൽ കാസർഗോഡ് 65,000 രൂപയുടെ പർദ്ദ ഇറങ്ങിയിരിക്കുകയാണ്. 1-2 രൂപയുടെ പർദ്ദയല്ല, 65,000 രൂപയുടെ പർദ്ദ. വിലപിടിപ്പുള്ള വസ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ആർത്തിയാണല്ലോ സഹോദരിമാരെ. 65,000 രൂപയുടെ പർദ്ദ. എന്താണ് ആ പർദ്ദയുടെ പ്രത്യേകത? പർദ്ദയുടെ ഏറ്റവും താഴ്ഭാഗത്ത് സ്വർണത്തിന്റെ 4 പൂക്കൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. താത്തമാരിപ്പോ പറയും വെറുതെ അല്ല കാശ് കൂടിയത്. നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്ക് ആ പർദ്ദ ധരിക്കാൻ പറ്റും. നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ ആ പർദ്ദ അവർ കഴുകിയിട്ടാൽ ഉണങ്ങുന്നത് വരെ അവർ കാത്തിരിക്കണം. ഇല്ലെങ്കിൽ മച്ചമാരെടുത്തുകൊണ്ട് പോയി പണയം വെക്കും. നമുക്ക് പിന്നെ മഞ്ഞ കളർ കണ്ടുകൂടാ, കണ്ട അപ്പൊ നേരെ സൊസൈറ്റിയിലേക്ക് അങ്ങ് പോവാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പർദ്ദ അപകടമാണ്. 65,000 സ്വർണം വെച്ച പർദ്ദയടക്കം നമ്മുടെ നാട്ടിൽ ഒരു ശരീരത്തിൽ ഇറുകിക്കിടക്കുന്ന മോഡൽ പർദ്ദകൾ വിറ്റടിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുന്നത് എന്റെ സഹോദരിമാരെ, അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ ജമീആ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലജ്ജയും ഈമാനും ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നതാണ്. രണ്ടിലൊന്ന് ഉയർന്നു പോയാൽ രണ്ടും ഉയർന്നു പോകുന്നതാണ്. ലജ്ജ ഉയർന്നാൽ ഈമാനും ഉയരും. മക്കയിലും മദീനയിലും നമ്മൾ എത്തണം. നമ്മൾ വിചാരിച്ചാ നടക്കും പ്രിയപ്പെട്ടവരെ. സലാം പറയാ മദീനത്തുള്ള തിരക്കെത്രയാണ്! എത്രയോ ചെറുപ്പക്കാരാണ്, 20, 25, 30 വയസ്സായ മക്കള് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ശരീഫിന്റെ മുമ്പിൽ നിന്ന് മാറാറ്. സലാമു അലൈക യാ റസൂലുള്ളാഹ് പറഞ്ഞ് കരളുരുകി കണ്ണ് നിറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ കാലഘട്ടത്തിലും സിനിമാ നടന്മാർക്ക് വേണ്ടി തക്ബീർ വിളിക്കാനല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ സംസ്കാര ശൂന്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനല്ലാതെ ഈ സമുദായത്തിന് എന്തിന് കഴിയും? പ്രിയപ്പെട്ടവരെ, മാറിയേ പറ്റൂ, മാറ്റിയേ പറ്റൂ. പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടുന്ന പടക്കുതിരകളായി പടവങ്കോട് പള്ളിയുടെ പരിശുദ്ധമായ മുറ്റപ്പിരുന്ന് ചാടി എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു പോകുന്ന ഖൽബ് നന്നാരൈവത്വമായിട്ട് എന്റെ പ്രിയപ്പെട്ടവര് നമുക്ക് മാറാ സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ലജ്ജയുള്ളവര് ഈ പരിപാടികളൊന്നും ചെയ്യൂല. ആ മാറ്റിയേ പറ്റൂ പ്രിയപ്പെട്ടവരെ. ഹറാമ് തന്നെയാണ്. എല്ലാ നന്മകളും പൊളിഞ്ഞു പോയാൽ എവിടെ പോകും സഹോദരങ്ങളെ? എന്റെ ഒരു പ്രിയ കൂട്ടുകാരൻ 27 വയസ്സിനകത്ത് പ്രായമുള്ള നിസാമുദ്ദീൻ എന്ന് പറയുന്ന എന്റെ പഴയകാലത്ത് വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന അനസ് എന്ന് പറയുന്ന സഹോദരന്റെ ജ്യേഷ്ഠൻ വെള്ളിയാഴ്ചയിടന്ന് തന്റെ വീട്ടിലുള്ള മിണ്ടാപ്രാണിയായ ആടിന് വൃക്ഷത്തിന്റെ ഇലയായ പ്ലാവിന്റെ ഇലയെടുക്കാൻ വേണ്ടി തോല് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു പുരയിടം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന മുതലാളിയുടെ കാമ്പൗണ്ടിനകത്തേക്ക് അയാളെ വിളിച്ചിട്ട് ചെന്നു. ആ പ്ലാവിന്റെ ഇലകൾ ഇങ്ങനെ വെട്ടിമുറിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജെസിബി കൊണ്ട് വൃക്ഷം ഇങ്ങനെ പൊഴുതു മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് ഒരു വലിയ തെങ്ങ് ജെസിബി പൊഴുതപ്പോ അവരുദ്ദേശിച്ച സ്ഥലത്തേക്ക് ആ തെങ്ങ് ചെന്ന് വീണില്ല. ഈ പ്രിയപ്പെട്ട സഹോദരൻ കുനിഞ്ഞു നിന്നുകൊണ്ട് ഇലയെടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു തെങ്ങാണ് വന്ന് വീഴുന്നത്. ഓർക്കണം, ഒരു വെള്ളക്ക് ഒച്ചങ്ങ വന്ന് വീണാൽ ഒരു തെങ്ങിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു ഭാഗം വന്ന് വീണാൽ
വീണ എത്ര വേദനയാണ് പ്രിയപ്പെട്ടവരെ, എത്ര അപകടമാണ്. ആ സഹോദരന്റെ തലയിലേക്കാണ് തെങ്ങിന്റെ മണ്ടയുടെ ഭാഗം വന്നു വീണത്. 2.5 ദിവസത്തോളം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ, മെഡിക്കൽ കോളേജിന്റെ ഒബ്സർവേഷനിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ ജീവിതമാണോ മരണമാണോ എന്നറിയാതെ കിടന്നപ്പോൾ വേദന നിന്നുകൊണ്ട് ആ പ്രിയ കൂട്ടുകാരന്റെ സഹോദരങ്ങളും ബന്ധുക്കളും പുറത്തു നിൽക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, 3 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ഉപ്പയായിരുന്നു ആ കൂട്ടുകാരൻ. മരണപ്പെട്ടു പോയില്ലേ? എത്ര മോഹങ്ങളുണ്ടായിരുന്നു. ചെറിയ ഒരു തെക്കാവല് മസ്ജിദിലെ ഇമാമായിരുന്നു സഹോദരങ്ങള്. തന്റെ വീട്ടിലേക്ക് ബൈക്ക് വരുമ്പോ ഇന്നും ആ 3 വയസ്സുള്ള മകൻ തന്റെ വാപ്പച്ചി വന്നെന്ന് പറഞ്ഞുകൊണ്ട് വാതിലിന്റെ മുമ്പിലേക്ക് വന്ന് പൊട്ടിക്കറിയുമ്പോ, സഹോദരങ്ങള്, പറയുമ്പോ നിങ്ങൾ വിചാരിക്കും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാ, ഉസ്താദേ എത്ര വൃത്തികേടോടുകൂടി എന്തിനാ നിങ്ങൾ പറഞ്ഞതെന്നൊക്കെ തോന്നും. എന്റെ യുവാക്കളെ, നമ്മൾ ഇനി എന്നാണ് രക്ഷപ്പെടാൻ വേണ്ടിയിരിക്കുന്നത്? ഇനി എന്നാണ് നന്നാവാൻ വേണ്ടിയിരിക്കുന്നത്? സമയമില്ല. ഉറങ്ങിക്കിടക്കുന്നവന് കാണുന്ന സ്വപ്നം പോലെ ദുനിയാവ് അവസാനിക്കാൻ പോകുമ്പോ എന്റെ കൂട്ടുകാരാ, സിനിമയും നാടകവും ഡാൻസും അതുപോലെ മണ്ണും പെണ്ണും കള്ളുമൊക്കെയാണ്. ഈ കാലഘട്ടത്തിലും നിനക്ക് വലുതായിട്ട് തോന്നുന്നെങ്കിൽ ഒന്നും എനിക്കും പറയാനില്ല. പക്ഷെ എന്റെ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളോട് പറയുകയാണ്. വെറുതെ കുറെ പാട്ട് കേട്ടുകൊണ്ട് കോമഡി കേട്ടുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് പോയാലും നിങ്ങൾ നാളെ പടച്ചവരോട് പറയൂ, സാറ് വാക്കവിക്കെങ്കിലും പറഞ്ഞു തരാമായിരുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മേൽ പഴിചാരാതിരിക്കാ. സങ്കടത്തോടെ പറയട്ടെ, രക്ഷയുടെ 100 കണക്കിന് കവാടങ്ങള് പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് നരകം മതിയെന്ന് സാഠ്യം പിടിക്കുന്നവരായി മാറല്ലേ. അതുകൊണ്ട് ലജ്ജയെന്ന് പറയുന്ന ആ സമ്പ്രദായം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. മോശമായ സ്വഭാവങ്ങൾ ഒഴിവാക്കുക. മൊബൈലിൽ നിന്ന് ആവശ്യമില്ലാത്ത നമ്പറുകളൊക്കെ മാറ്റിവെക്കുക. എന്നിട്ടതേ ഒരുപാട് പിക്ചറുകൾ നിന്റെ മൊബൈലിനകത്തുണ്ടല്ലോ, ഒരുപാട് ബ്ലൂ ഫിലിമുകൾ ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും തന്റെ കൂട്ടുകാരന് ബ്ലൂ ഫിലിം ബ്ലൂടൂത്ത് വഴി കയറ്റി കൊടുത്താൽ അതാരെല്ലാം കാണുന്നുവോ, അതാരെല്ലാം അനുഭവിക്കുന്നുവോ, അതാരെല്ലാം വീക്ഷിക്കുന്നുവോ, അവരുടെ എല്ലാം ശിക്ഷ കിട്ടുന്നത് ആദ്യം അയച്ചു കൊടുത്തവനാ. ഓർത്തു നോക്കണേ, അത് ചെറുതല്ല മോനെ. കലിങ്ങിന്റെ മുകളിലും വായനശാലയിലും പള്ളിയുടെ കാമ്പൗണ്ടിലും പുറംപള്ളിയിലും ശാരിയിരുന്നു കൊണ്ട് ബ്ലൂടൂത്ത് വഴി നല്ല പേരുകൾ പരസ്പരം കൈമാറുന്നവരെ നീയാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ അവര് കാണുന്നതിന്റെ ശിക്ഷ അവർക്ക് കിട്ടുന്നത് പോലെ ഒട്ടും കുറയാതെ നിനക്ക് ഓടി കിട്ടുന്നതാ. ആനുകാലികമായി ഈ വിഷയങ്ങൾ പറയുമ്പോ പുരുഷന്മാരോട് മാത്രമല്ല പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളും ശ്രദ്ധിച്ചേ മതിയാകൂ. ഇന്ന് പെൺകുട്ടികളൊക്കെ മൊബൈലുള്ളവരല്ലേ. 8ാം ക്ലാസ്സുകാർ 2 മൊബൈൽ ഉപയോഗിക്കുമ്പോ, 10ാം ക്ലാസ്സുകാർ ട്രിപ്പിൾ ക്യാമറയുള്ള മൊബൈൽ ഉപയോഗിക്കുമ്പോ, രഹസ്യകാമുകന്മാരുമായി മെസ്സേജ് അയക്കുമ്പോ, പാതിരാത്രികളിൽ മോശമായ രീതിയിൽ സംസാരിക്കുമ്പോ, എവിടേക്കാണ് നമ്മുടെ ലോകം പോകുന്നത്? ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ എന്റെ പടവങ്കോടുള്ള സഹോദരിമാര് പഠിച്ചിട്ടില്ലേ? നിങ്ങൾ പറയും അതങ്ങ് ജപ്പാനിലല്ലേ? കഴിഞ്ഞ വർഷം പരിശുദ്ധ റമദാനില് നോമ്പ് 21 രാവിന്റെ ശ്രീകാര്യത്ത് ഭൂമി കുലുക്കമുണ്ടായില്ലേ? അട്ടക്കുളങ്ങരയിലും കരമനയിലും മണക്കാട് ഭൂമി കുലുക്കമുണ്ടായില്ലേ? ശ്രീകാര്യത്ത് 7ഓളം വീടുകൾ പരസ്പരം ചേർന്നു പോയില്ലേ? അത് പരിശുദ്ധ റമദാനില് കേരളത്തിന്റെ പ്രധാന ജില്ലയുടെ ഹൃദയഭാഗത്ത് അല്ലാഹു കൊടുത്ത ഭയാനകരമായ ഞെട്ടിക്കലായിരുന്നു എങ്കിൽ മറക്കണ്ട പെങ്ങളെ, മറക്കണ്ട മുസ്ലിമേ, ലജ്ജയെന്ന് പറയുന്നത് പാടെ വലിച്ചെറിഞ്ഞുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കാ, തോന്നിയതുപോലെ സംസാരിക്കാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാ, മനസ്സിനെ മലീമസമാക്കി മാറ്റാ. ഈമാനിന്റെ എല്ലാ ഭാഗങ്ങളെയും പുറംകാലുകൊണ്ട് വലിച്ചെറിയാനുള്ള ശ്രമമാണ് നടത്തുന്നത് എങ്കിൽ അസ്രായീൽ വരുമ്പോ ഖേദിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആലി റളിയല്ലാഹു അൻഹുവിനെയല്ലേ
റസൂലുള്ളാഹിയുടെ പൊന്നുകോൾക്ക് കിട്ടിയത്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ? പടവങ്കോടുള്ള എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ വിചാരിക്കും, ക്രൈസ്തവ സഹോദരങ്ങൾ വിചാരിക്കും, ഉസ്താദേ നിങ്ങളുടെ പ്രഭാഷണം ഞങ്ങൾ കടയിൽ നിന്നല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, സദസ്സിൽ നിന്ന് ഞങ്ങൾ ശ്രവിക്കുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം നിങ്ങളുടെ അള്ളാഹു ഇഷ്ടപ്പെട്ട മുഹമ്മദ് നബിയെ എന്തിനിങ്ങനെ പാവപ്പെട്ടവനാക്കി എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് പർവ്വതങ്ങളാണ് വന്ന് ചോദിച്ചത്, നബിയേ ഞങ്ങൾ സ്വർണത്തിന്റെ മലകളായി മാറട്ടെ, അങ്ങയുടെ പട്ടിണി മാറ്റോ, അങ്ങയുടെ കഷ്ടപ്പാട് മാറ്റോ, സ്വർണത്തിന്റെ മാമലകളായി ഞങ്ങൾ മാറട്ടെയോ നബിയേ. ഓ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അല്ലാഹുമ്മ അഹീരി മിസ്കീനാ, എന്നെ ഒരു പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ എന്ന് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ജീവിതമാണ്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടണം നമ്മൾ. ആർത്തി പാടില്ല, വിശ്വാസിക്കാർത്തി ഉണ്ടാവൂല. നിങ്ങൾ പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള വീട്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ കുടുംബം, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക, ആർത്തി ഒഴിവാക്കണേ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നിക്കാഹ് കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹുവിന് ഒരു സംശയം. വേറൊന്നുമല്ല, എല്ലാ പെണ്ണുങ്ങളും കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ ഭർത്താക്കന്മാരോട് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. എന്തെന്നറിയോ? പിന്നെ ഇക്ക ഷാനിഫ എന്റെ കൂടെ പഠിച്ചോളാം, അവക്ക് വീടായി. റംല എന്റെ കൂടെ പഠിച്ചോളാം, അവളെ വീട് ഇന്നലെ വാർപ്പായിരുന്നു. സൂറ എന്നെക്കാളും പ്രായം കുറഞ്ഞോളാം, പക്ഷേ ഇപ്പോ അവളെ ഭർത്താവും വസ്തുവൊക്കെ വാങ്ങിച്ചിട്ട് അവളുടെ വീട് വെക്കാൻ പറ്റും. നിങ്ങൾ മാത്രം ഇങ്ങനെ നടന്നാൽ മതി, വീടൊന്നും വേണ്ടേ. ഇതില് ഭർത്താവ് കേട്ടില്ലെങ്കിൽ അടുത്ത ഡയലോഗ് എന്താണെന്നറിയോ? ഇക്ക നിങ്ങളെ എനിക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയില്ലേക്ക. ഇവിടെ എങ്ങനെ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും? ഒരറ്റത്ത് വാപ്പാടെ ചുമ, ഒരറ്റത്ത് ഉമ്മാടെ കൊര, ഇതിന്റെ ഇടയിൽ കുറെ മക്കള് മക്രോണി കണക്ക്, ഭർത്താവ് കളഞ്ഞിട്ട് പോയ നാത്തൂമാരെ കുറെ മക്കള്, അവർ കിടന്ന് ഓട്ടവും ചാട്ടവും കൂടി. ഇതിനിടയിൽ എങ്ങനെയാണ് ഇക്ക നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുക? അതുകൊണ്ട് നമുക്ക് വീട് വെച്ച് മാറാം എന്ന് പറഞ്ഞ് വീട് വെച്ച് നിങ്ങൾ ആരും മാറി താമസിക്കേണ്ടെന്നല്ല. ഞാനും മാറി എന്റെ ഭാര്യയും മക്കളുമായിട്ട് പ്രത്യേകം വീട് വെച്ച് താമസിക്കുന്നയാളാ, അങ്ങനെ മാറണ്ടെന്നല്ല പറഞ്ഞു. ഇതിനൊരു കാരണം നമ്മൾ ഇങ്ങനെ കണ്ടെത്തിയിട്ട് പെണ്ണിന്റെ മനസ്സിൽ എപ്പോഴും വീടെന്ന് പറയുന്നത് വല്ലാത്ത സ്വപ്നമാണ്. എല്ലാ സ്ത്രീകളുടെയും മനോമുഖരത്തിൽ അവൾ ഇഷ്ടപ്പെടുന്ന ഒരു വീട് കാണും. എന്റെ ഒരു പാവപ്പെട്ട ഭർത്താവ് സ്ത്രീധനവും പിന്നെ ഒന്നുമില്ലാതെ ഒരു പാവപ്പെട്ട കൂട്ടുകാരൻ ഒരു പെൺകുട്ടിയെ, സാധുവായ പെൺകുട്ടിയെ നിക്കാഹ് കഴിച്ചു. അപ്പൊ അവനൊരു 5 സെന്റ് വസ്തു കൊണ്ട് വീട് വെക്കാൻ തീരുമാനിച്ചപ്പോ ഭാര്യ, എവിടെ കിടന്ന ഭാര്യ, നിത്യവൃത്തിക്ക് വകയില്ലാതെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തുണിക്ക് മറുതുണിയില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട പെണ്ണ. യവന്റെ വീട്ടിൽ വീടിന്റെ മോഡൽ കാണിച്ചു കൊടുക്കാൻ മനോരമ ആഴ്ചപ്പതിപ്പിന്റെ വീടെന്ന് വേണ ഒരു പുസ്തകമുണ്ട്. അതിനകത്തുനിന്ന് മുഴുവനും വെട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ വീട് വേണം, സ്വിമ്മിംഗ് പൂള് മുകളിൽ ഇങ്ങനെ, സ്വിമ്മിംഗ് പൂള്. എന്റെ പ്രിയപ്പെട്ടവരെ, 2 പവൻ സ്വർണം പോലും വേണ്ടെന്ന് പറഞ്ഞ ആ പാവപ്പെട്ട പെണ്ണിന് ജീവിതം കൊടുത്തപ്പോ ആ പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്നറിയോ? ഇങ്ങനെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വെട്ടിവെച്ചിരിക്കുകയാണ് വീടിന്റെ മനോഹരമായ 3ഉം 4ഉം നില, കാർ ഷെഡ്, പൂന്തോട്ടം. ഓ സുബ്ഹാനല്ലാഹ്, 5 സെന്റേ ഉള്ളൂ മച്ചാക്ക്.